കൊച്ചി ഉദയംപേരൂർ IOC പ്ലാന്റിലെ ജീവനക്കാർ സമരത്തിൽ ഹൗസ് കീപ്പിംഗ് തൊഴിലാളികളാണ് സമരം ചെയ്യുന്നത്. പാചകവാതക വിതരണം പൂർണ്ണമായും നിലച്ചു. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ലേബി. സമരം പരിഹരിക്കാനുള്ള എന്തെങ്കിലും സാധ്യതകൾ അവിടെ തെളിയുന്നുണ്ടോ? എങ്ങനെയായിരിക്കും ഇന്നത്തെ പാചകവാതക വിതരണം മൊത്തത്തിൽ IOCയിൽ നിന്നുള്ളത് കൊച്ചിയിൽ മുടങ്ങും എന്ന് നമ്മുടെ ഉപഭോക്താക്കളൊക്കെ ഭയന്നിരിക്കണോ, അതോ പരിഹരിക്കുമോ ലേബി? സുജയ, ഇപ്പോൾ ഈ പ്ലാന്റിന് പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. പ്ലാന്റിനുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഹൗസ് കീപ്പിംഗ് തൊഴിലാളികൾക്ക് കൊടുക്കുന്ന മൂവ്മെന്റ് ചാർജ് നിലച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ സമരം ഹൗസ് കീപ്പിംഗ് തൊഴിലാളികൾ നടത്തുന്നത്. ഹൗസ് കീപ്പിംഗ് തൊഴിലാളികളാണ് സമരം നടത്തുന്നത് എങ്കിലും പൂർണ്ണമായും ഇതിന്റെ ലോഡ് നീക്കത്തെ തന്നെ ബാധിക്കും. കാരണം ഇതിന്റെ ഈ ഓരോ ഗ്യാസ് സിലിണ്ടറിലും സീൽ ചെയ്യുക, ഇതിന്റെ ക്യാപ്പ് ഇടുക തുടങ്ങിയ ജോലികളെല്ലാം ഈ ഹൗസ് കീപ്പിംഗ് തൊഴിലാളികളാണ് ചെയ്യുന്നത്. ഇതേ തുടർന്ന് രാവിലെ 6:30 ആദ്യ ലോഡ് ഇറങ്ങേണ്ടതാണ്. ഒരു ദിവസം ഇവിടെ നിന്ന് 4 ജില്ലകളിലേക്ക്, പ്രധാനമായും എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ല, പത്തനംതിട്ട ജില്ല, അതുപോലെ തന്നെ കോട്ടയം, ഈ 4 ജില്ലകളിലേക്ക് പൂർണ്ണമായും പാചകവാതകം ഇവിടെ നിന്നാണ് IOCയുടേത് പോകുന്നത്. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും കുറേ ഭാഗങ്ങളിലേക്കും ഇവിടുന്ന് പോകുന്നുണ്ട്. ഇത്രയും ഭാഗത്ത് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും നിലച്ച അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഇവിടെ നിന്ന് പാചകവാതക നീക്കം നിലച്ചതോടുകൂടി നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഡ്രൈവർമാരെല്ലാം രാവിലെ മുതൽ തന്നെ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ 5:45 ആദ്യ വണ്ടി അകത്ത് കയറുന്നതാണ്. ഈ ലോഡ് ഇറക്കി 6:30 ആദ്യ വണ്ടി പുറത്തേക്ക് പോകും. ഏതൊക്കെ ഭാഗത്തേക്ക് ലോഡ് കൊണ്ടുപോകാനുള്ള ആളുകളാണ് കാത്തു നിൽക്കുന്നതെന്ന്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഗ്യാസ് തീർന്ന് അത്യാവശ്യമായി കാത്തിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിലേക്കുള്ള ലോഡാണ് ഇന്ന് മുടങ്ങുക എന്നറിയാമല്ലോ. സുജയ, ചോദിക്കാനൊന്നും പറ്റില്ല. ഇവരൊക്കെ ഇങ്ങനെ ദൃശ്യങ്ങളിൽ നിൽക്കുകയുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇവർക്കൊക്കെ പ്രതികരിക്കാൻ ഭയമാണ്. അതുകൊണ്ട് ഒരാൾ പോലും ഇതിൽ നമ്മൾ ഓരോരുത്തരോടും ചോദിച്ചതാണ്. ഇവർ പല ഭാഗത്തേക്കുള്ള ഡ്രൈവർമാരാണ്. ഇവർക്ക് അതിൽ പരിമിതികളുണ്ട് പ്രതികരിക്കുന്നതിന്. എന്നാൽ ഇവരെയൊക്കെ കാണിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചിട്ടുള്ളത്. ഇവർക്ക് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ഇവരെല്ലാവരും ഈ പല ഭാഗത്തേക്കുള്ള പല ജില്ലകളിലേക്ക് പോകുന്നതിന് കാത്തു കിടക്കുന്ന ഡ്രൈവർമാരാണ്. ഇവർ രാവിലെ മുതൽ തന്നെ ഇവിടെ കാത്തു കിടക്കുന്നു. ഇവർക്ക് വണ്ടി പുറത്തേക്ക് വന്നാൽ മാത്രമേ ഇതുമായി ബന്ധിപ്പിച്ച് ചരക്ക് നീക്കം പുനരാരംഭിക്കുകയുള്ളൂ. ഏതായാലും അകത്ത് നടക്കുന്ന ചർച്ച വിജയം കാണുകയാണ്. സംസാരിച്ചോ? എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം? ഹൗസ് കീപ്പിംഗ് തൊഴിലാളികളുടെ പ്രതിനിധികളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അവർ പ്ലാന്റിനകത്താണ്. സുജയ, ഇവിടെ അറിയാൻ സാധിക്കും, നമ്മൾ ഈ പ്ലാന്റിനെ കുറിച്ച് പുറത്ത് ഭാഗത്ത് വെച്ച് തന്നെ നമുക്ക് പ്രവേശനം നിഷേധിച്ചു. ഇതിനപ്പുറത്തേക്ക് കിടക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹൗസ് കീപ്പിംഗ് തൊഴിലാളികളൊക്കെ പ്ലാന്റിനുള്ളിലാണ്. അതിൻ്റെ നേതാക്കൾ അവിടെ ആ പ്ലാന്റ് ഉടമകളുമായും മറ്റു യൂണിയൻ നേതാക്കളുമായും ചർച്ചകൾ നടത്തി വരികയാണ്. ഈ ചർച്ചയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ സ്വാഭാവികമായും പൂർണ്ണമായും ഈ ചരക്ക് നീക്കം, ഈ പാചകവാതക നീക്കത്തെ ഇത് ബാധിക്കും. അങ്ങനെയാണെങ്കിൽ സുജയ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉപഭോക്താക്കൾ അത്യാവശ്യം ആശങ്കയിലാകുന്ന സാഹചര്യവും വരും. ഇത് പരിഹരിക്കുമോ എന്നുള്ള കാര്യം ഉച്ചയോടുകൂടി അറിയാൻ സാധിക്കും. ഏതായാലും ഇപ്പോൾ ഇവിടെ ഈ ഉദയംപേരൂർ പ്ലാന്റിൽ നിന്നുള്ള പാചകവാതകത്തിന്റെ നീക്കം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. വണ്ടികളെല്ലാം നമുക്ക് ഇവിടെ കാണാം. രാവിലെ മുതൽ തന്നെ ലോഡിനായി വന്ന ലോറികളാണ് ഇവിടെ അനക്കമറ്റ് കിടക്കുന്നത്. ഏതായാലും പ്രതിസന്ധി പരിഹരിക്കുമോ എന്നുള്ള കാര്യം അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ലേബി സജീന്ദ്രൻ, കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും എത്താം ലേബിയിലേക്ക്. സമരം തുടരുന്നു. ചർച്ചയിൽ പരിഹാരം ഉണ്ടാകുമോ എന്നാണ് അറിയാം.